ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരാതി കൊടുത്തത് ഞാനല്ല. പക്ഷേ ആ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് എനിക്കൊരാളെ സംശയമുണ്ട്. ആരെയാ നീ സംശയിക്കുന്നേ? ദേ, എന്നോട് വെല്ലുവിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എന്ത് ധൈര്യം അടിയുള്ളത്? വേണ്ട, അഭ്യാസം കാണിക്കാതെ നിന്നോണം, അല്ലെങ്കിൽ വിവരം അറിയും. ഇത്രയും കാലം എല്ലാ കൊള്ളരുതായ്മകളും ക്ഷമിച്ചത് ജഗനെയും സുമലതാമ്മയും ഓർത്തിട്ടാ. ഇത്രയും വലിയൊരു ചതി നടന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ആരുടെയും മുഖമൊന്നും നോക്കുന്നില്ല. ഗൂഢാലോചനയിൽ എന്നെ കുടിക്കവരുടെ ലക്ഷ്യം ഞാനല്ല, കുറുപ്പ് സാറാ. കുറുപ്പ് സാറിന്റെ നാശമാണ് അവരുടെ ലക്ഷ്യം. ബുദ്ധിമാനായ കുറുപ്പ് സാറ് ശരിക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാ പ്രതിയെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതെ, നിന്റെ വിശദീകരണമൊക്കെ മതി. ചലക്കാതെ ഇറങ്ങി പോടി. വന്നിരിക്കുന്നത് എന്റെ മരുമോളാ. എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. വാ വന്ദനെ. അറച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നീ വാ. കരുണാകര, അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ മനസ്സുറപ്പോടെ സമാധാനത്തോടെ കാര്യങ്ങളിരുന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലല്ലല്ലോ നമ്മളിപ്പോ രണ്ടുപേരും. ദേ, നീ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴാ എന്റെ മകൻ നിന്റെ കഴുത്തി താലി കെട്ടിയത്. ജഗനെ നീ വലവീശി പിടിച്ചതാണെന്നും ചതിച്ചതാണെന്നും ഒക്കെ അപവാദങ്ങളുണ്ടായിരുന്നു. അപ്പോഴും നിന്നിലെ നിരപരാധിത്വം, നിന്നിലെ ശരി ഒക്കെ തിരിച്ചറിഞ്ഞവളാ ഞാൻ. മനസ്സ് തുറന്ന് മരുമകളായി അംഗീകരിച്ചതല്ലേ ഞാൻ. നൊന്തു പ്രസവിച്ച മകന്റെ വിവാഹത്തിന് അവന് സ്വന്തമായി വരുന്ന ഒരു പെണ്ണ്, അവളെ നിലവിളക്കെടുത്ത് സ്വീകരിച്ച് കയറ്റുന്നത്, ഇതൊക്കെ ഏതൊരു പെറ്റമ്മയുടെ സ്വപ്നമല്ലേ? കോടീശ്വരന്റെ മകനായ ജഗന് വേണമെങ്കിൽ കോടികൾ തന്നെ സ്ത്രീധനമായിട്ട് കിട്ടിയേനെ. എന്നിട്ടും അത് കിട്ടാത്തതിന്റെ നിരാശയോ നഷ്ടബോധമോ ഒരിക്കൽ പോലും എന്നെ അലട്ടിയിരുന്നില്ല. സ്ത്രീധനം എന്നൊരു വാക്കുപോലും ഒരിക്കൽ പോലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പണം കണ്ടു വളർന്ന ഞങ്ങൾക്ക് സ്ത്രീ തന്നെയായിരുന്നു ധനം. അതൊക്കെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നുണ്ടമ്മേ. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. അത്രയും പരിഗണന തന്ന് നിന്നെ സ്നേഹിച്ച് ഒരമ്മായിയമ്മയെ ഞാനെന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള നീ സ്ത്രീധനത്തിന്റെ പേരിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാ. നീയല്ല പരാതി കൊടുത്തിട്ടുള്ളതെങ്കിൽ ഞങ്ങളും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിലേതാ ശരിയെന്ന് നീ തന്നെ എന്നോട് പറയണം. ദേ, നിനക്കെന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എന്നോടില്ലേ? മനസ്സിന്റെ വിങ്ങലൊന്ന് അടങ്ങിക്കിട്ടാൻ വേണ്ടിയാ.
എന്താ മോളെ നിനക്ക് പറയാനുള്ളത്? പരാതി കൊടുത്തത് ഞാനല്ല. പക്ഷെ ആ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് എനിക്കൊരാളെ സംശയമുണ്ട്. ആരെയാ നീ സംശയിക്കുന്നേ? എന്താ ഇവൾക്ക് മാത്രമായിട്ട് ഇത്ര സംസാരിക്കാനുള്ളത്? സുമേ, സുമേ, വന്ദന എന്നാ സമാധാനത്തോടെ പോയിക്കോ. ഹലോ, എന്താണ് മരുമകളോട് പോകാൻ പറയുന്നതിന് മുമ്പ് സമാധാനമായിട്ട് എന്ന് കുറച്ച് അക്ഷരങ്ങൾ വാരി വെതറിയത്? എന്റെ സമാധാനമാകെ തകർത്ത മരുമകൾക്ക് ഇപ്പൊ എന്ത് സമാധാനമാ നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവൾ എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. തൽക്കാലത്തേക്ക് ഞാൻ ഇവളെ വിശ്വസിക്കുന്നു. അതെ, വിശ്വാസം വരേണ്ടത് എനിക്കാ. അടുക്കളയിൽ കിടക്കുന്ന നിന്റെ അഭിമാനമൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. ഇവൾ എന്നോട് പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളുരുകി ശപിച്ചിരിക്കും. ആ ശാപം മരണം വരെ ഇവളെ വേട്ടയാടുകയും ചെയ്യും. ഞാൻ കള്ളം പറയാറില്ല. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പിന്തുടരുന്ന ശാപത്തെയും ഞാൻ വിശ്വസിക്കുന്നു. ശാപബലം അനുഭവിച്ചോളാം. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലുതല്ലല്ലോ ശാപവും പാപവും ഒക്കെ. ശരി, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അകത്തെന്തായിരുന്നു ചർച്ച? അവൾ കൊണ്ടുവരുന്ന സ്ത്രീധന പണം ഏത് ബാങ്കിൽ നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് നാക്കെടുത്ത സ്ത്രീധനത്തിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ? അതെ, അതാണല്ലോ ഇപ്പൊ കുറുപ്പിന്റെ നേർക്ക് പല്ലിളിച്ച് നിൽക്കുന്ന കീറാമുട്ടി. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. സമുന്നതനായ രാഷ്ട്രീയ നേതാവ് കരുണാകരക്കുറുപ്പ് ലക്ഷങ്ങൾ സ്ത്രീധനം ചോദിച്ചിരിക്കുന്നു. ഗുരുതരമായ ക്രിമിനൽ കുറ്റം. അത് കുറുപ്പിൽ അടിച്ചേൽപ്പിച്ച മരുമകളുമായിട്ടായിരുന്നല്ലോ അമ്മായിയമ്മയുടെ ചർച്ച. മാനത്തെ കൊട്ടാരം